വടകരയിലെ ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിവാദം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. കാരണം അത് ആദ്യം കൊണ്ടുവരുന്നത് KK ലതികയാണ്. അമ്പാടിമുക്ക് സഖാക്കളൻ പോരാളി ഷാജിയിലൊക്കെ വന്നെങ്കിലും അതെടുത്ത് ഉത്തരവാദിത്തോടെ ഉന്നയിക്കുന്ന ഒരാൾ KK ലതിക മുൻ MLA ആണ്. അവരാവട്ടെ അത് നീക്കം ചെയ്തത് ഹൈക്കോടതിയിൽ പോലീസ് പോയി ഈ പറയുന്ന ആളല്ല ഇത് ഉണ്ടാക്കിയത്, അങ്ങനെ ഉണ്ടായിട്ടുള്ളത് വ്യാജ സ്ക്രീൻഷോട്ടാണ് എന്ന് പോലീസ് പറഞ്ഞതിന് ശേഷം അവർ നീക്കാൻ തയ്യാറായില്ല. പിന്നെ വലിയതുള്ള സമ്മർദ്ദം ഉണ്ടാവുകയും പാർട്ടി ആവശ്യപ്പെടുകയും ചെയ്ത് ഫൈനലി അവർ അവസാനം അത് നീക്കുകയായിരുന്നു. അപ്പോൾ അവർ ഈ വിദ്വേഷ പ്രചരണത്തിൻ്റെ മുഖ്യ ആളായിട്ട് മുന്നിൽ നിന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി കൊടുക്കുന്നു. UDF കേസെടുപ്പിക്കുന്നു. വലിയ തോതിൽ അവർക്കെതിരെ ഒരു ക്യാമ്പയിൻ UDFൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങുന്നു. അപ്പോൾ അവരെ സംരക്ഷിക്കാൻ പെട്ടെന്ന് CPM വീണ്ടും രംഗത്ത് വരുന്നു. CPIMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അവർക്ക് അനുകൂലമായ ഒരു കുറിപ്പ് പുറത്തിറക്കുകയും അവരെ വേട്ടയാടാൻ സമ്മതിക്കില്ല എന്ന നില സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ഉത്തരവാദിത്തരഹിതമായി ആ സ്ക്രീൻഷോട്ട് അവർ ഷെയർ ചെയ്തതിനെക്കുറിച്ചോ അതിനെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ്സ് വന്നതിന് ശേഷവും സ്ക്രീൻഷോട്ട് പിൻവലിക്കാതിരുന്നതിനെക്കുറിച്ചോ CPM മൗനം അവലംബിക്കുന്നതുകൂടി കാണുക. CPMലെ ചില നേതാക്കളൊക്കെ അവർ ചെയ്തത് ശരിയായില്ല എന്ന അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ദൗസാബിന് എന്താണ് തോന്നുന്നത്? KK ലതികയെ വേട്ടയാടുന്നത് സമ്മതിക്കില്ല എന്നാണ് CPM ലൈൻ. അല്ല, CPM ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന ഞാൻ വായിച്ചു നോക്കി. അപ്പോൾ അതിൽ നിഷാദ് പറഞ്ഞതുപോലെ ലതിക ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ തെറ്റായിരുന്നു എന്നൊരു പരാമർശമില്ല. ലതികയെ ഞങ്ങൾ സംരക്ഷിക്കും, ലതികയ്ക്കെതിരായ മാധ്യമ UDF കുപ്രചാരണങ്ങളെ ചെറുക്കും എന്നാണ് പറയുന്നത്. എന്താണ് ലതികയ്ക്കെതിരായിട്ടുള്ള കുപ്രചാരണം? ലതികയ്ക്കെതിരായ ഒരു കുപ്രചാരണവും നടക്കുന്നില്ല. ലതികയ്ക്കെതിരായ പ്രചാരണമേ നടക്കുന്നുള്ളൂ. അതെന്താണ്? നിഷാദ് പറഞ്ഞ പോലെ ഈ കുപ്രസിദ്ധമായ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം വരുന്നത് അമ്പാടിമുക്ക് സഖാക്കൾ, പിന്നെ പോരാളി ഷാജി, ഈ പറയുന്ന ഇടതുപക്ഷാനുകൂല ഹാൻഡിലുകളാണ്. പിന്നെ വരുന്നത് ഉത്തരവാദപ്പെട്ട ഒരു ഹാൻഡിൽ വരുന്നത് KK ലതിക എന്ന് പറഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റി അംഗത്തിൻ്റെ മുൻ MLAയുടെ വാളിലാണ്. അപ്പോൾ അമ്പാടിമുക്ക് സഖാക്കളും ഇവരും പോരാളി ഷാജിയും വളരെ പെട്ടെന്ന് റിമൂവ് ചെയ്തു. പക്ഷേ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം അത് റിമൂവ് ചെയ്തില്ല. നന്ന ചുരുങ്ങിയത് അമ്പാടിമുക്ക് സഖാക്കൾ റിമൂവ് ചെയ്ത ശേഷം അവർ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവർ പോലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് എന്താണ്? അജ്ഞാത ഹാൻഡിലാണ്. അവർ പോലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത ഒരു സ്ക്രീൻഷോട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം അവിടെ നിലനിർത്തുകയാണ്. തെരഞ്ഞെടുപ്പിന് കൗണ്ടിംഗ് ഡേയിൽ നിൽക്കുന്നു, അതിന് ശേഷവും നിൽക്കുന്നു. ഈ പോളിംഗ് ഡേക്ക് ശേഷം വടകരയിൽ LDFൻ്റെ വലിയ പൊതുയോഗം നടക്കുന്നു. അതിൽ A റഹീമിനെ പോലത്തെ ആളുകൾ വന്നിട്ട് അതിമാരകമായ പ്രഭാഷണം നടത്തുന്നു. ഇങ്ങനെ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ കാഫിർ എന്ന് പറയുന്ന സംഗതി കൂടുതൽ രൂക്ഷമാവുന്നത്. ആ സമയത്തെല്ലാം അതവിടെയുണ്ട്. അവസാനം ഇടതുപക്ഷ സർക്കാരിൻ്റെ തന്നെ പോലീസ് അത് വ്യാജമായിരുന്നു എന്ന് കണ്ടെത്തുകയും അങ്ങനെ ഒരു അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ കൊടുക്കുകയും ചെയ്യുന്നു. അവർ പിന്മാറാൻ സന്നദ്ധമായോ? അവർ പിന്മാറാൻ സന്നദ്ധമാവുന്നില്ല. എന്നൊരു ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ഈ വളരെ കുൽസിതമായ വർഗീയതയ്ക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അവരത് പൊക്കിപ്പിടിച്ച് നടക്കുകയാണ്. എപ്പോഴാണ് അവർ റിമൂവ് ചെയ്യുന്നത്? വലിയ തോതിലുള്ള വിമർശനം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും വലിയ തോതിലുള്ള വിമർശനം വരുമ്പോൾ മാത്രമാണ് അവരത് റിമൂവ് ചെയ്യാൻ സന്നദ്ധമാവുന്നത്. അപ്പോൾ ഇത്രയും കാലം ഈ അങ്ങേയറ്റം കുൽസിതമായ ഈ വർഗീയ പ്രചാരണം, ആ വർഗീയ പ്രചാരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിവൈസ്, ഒരു ഘടകമായിട്ടുള്ള ഈ സ്ക്രീൻഷോട്ട് പൊക്കിപ്പിടിച്ച് ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗം നടന്നത് ശരിയായില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് സംരക്ഷണ കവചം ഒരുക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ അതേക്കുറിച്ച് അവർ പറയുന്നില്ല എന്നുള്ളതാണ്. ഇത് വടകരയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് സ്പെസിഫിക്കാണ്. ഒരു കാര്യം നിഷാദ് ശ്രദ്ധിക്കുക. മാർച്ച് 11-നാണ് ഷാഫി അവിടെ സ്ഥാനാർത്ഥി. മാർച്ച് 10-നാണ് ഷാഫി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നത്. മുരളിയല്ല, ഷാഫി ആയിരിക്കുമെന്ന്. മാർച്ച് 11-നാണ് ഷാഫി വടകരയിൽ വരുന്നത്, ഷാഫിക്ക് അവിടെ സ്വീകരണം കൊടുക്കുന്നത്. ഈ മാർച്ച് 11-ാം തീയതി DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള അജീഷ് കൈതക്കൽ എന്ന് പറയുന്ന കക്ഷി അദ്ദേഹം പോസ്റ്റ് ഇടുന്നുണ്ട്. എന്താ പോസ്റ്റ് ഇടുന്നത്? ഷാഫി എന്ന പേരുകാരൻ വന്നിറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ പ്രയോഗം ശ്രദ്ധിക്കണം. എന്തിനാണ് ഷാഫി എന്ന പേരുകാരൻ? അപ്പോൾ ഷാഫി എന്ന പേരുകാരൻ വന്നിറങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗുകാരനി ഭയങ്കര ആവേശത്തിലിറങ്ങും. ഒരു പണിയും എടുക്കാതെ 2 ലക്ഷം വോട്ടിന് വിജയിക്കാൻ പറ്റും എന്നാണ് പുള്ളിയുടെ അതിൽ അന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു CPMൻ്റെ തിങ്കിങ്? ഷാഫി എന്ന പേരുകാരനായാൽ നമുക്ക് അധികം പണിയെടുക്കാതെ 2 ലക്ഷത്തിന് വിജയിക്കാം. അതെങ്ങനെയാണ്? അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അവിടെ കിടക്കുന്നത് ഷാഫി എന്ന പേരുകാരനാണ്. അപ്പം മറ്റേ പേരുകാരായ നമ്മൾക്ക് കൂട്ടത്തോടെ
നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം. കുടില വർഗീയതയാണത്. വളരെ ഈ അജീഷിൻ്റെ കേസ് എടുത്തിട്ടുണ്ടോ? 153 പേരാമ്പ്ര പോലീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഷാഫി നോക്കൂ, പിന്നീട് ഒരുപാട് മോശം പ്രചാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രണ്ട് ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, സ്ക്രീൻഷോട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, കട്ട് ചെയ്ത വീഡിയോകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഷാഫി വന്നിറങ്ങിയ ദിവസം ഇങ്ങനൊരു പോസ്റ്റർ ഇറങ്ങിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഈ കുടിലമായ വർഗീയത അതിൻ്റെ പാരമ്യത്തിൽ കത്തി ആളിപ്പിക്കാനെടുത്ത പഴയ മാഷാ അല്ലാ സ്റ്റിക്കർ പോലെയുള്ള അത്യന്തം ഹീനമായ ഒരു ഒരു സംഗതിയായിരുന്നു കാഫർ സ്ക്രീൻഷോട്ട്. പക്ഷേ അതൊരു സംസ്ഥാന കമ്മിറ്റി അംഗം അത് വ്യാജമാണെന്ന് തെളിഞ്ഞതിന് ശേഷവും അത് പൊക്കി നടക്കുക എന്ന് പറയുന്നത്, പൊക്കി നടക്കുന്നു മാത്രമല്ല അത് തെറ്റായിരുന്നു എന്ന് പാർട്ടി അത് സമ്മതിക്കുന്നില്ല. അവരെ സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞ തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാണ് അവർ തിരുത്താൻ പോകുന്നത്? അവർ ഈ സമൂഹത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? അപ്പോൾ ഞങ്ങളുടെ സഖാവിനെ അവരെന്ത് തെറ്റ് ചെയ്താലും സംരക്ഷിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ദൗത്യം എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തെറ്റ് തിരുത്തലല്ല, കൂടുതൽ തെറ്റുകളിലേക്ക് പോവുക എന്നുള്ളതാണ്. കോടതി ഇടപെട്ടതിനെ തുടർന്ന് കെ ലതിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതായത് കോടതി ഇടപെട്ടിട്ടാണല്ലോ പോലീസ് ഇതിൽ കേസെടുക്കുകയും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. പോലീസ് അവരെ ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോഴാണ് പോസ്റ്റ് പിൻവലിക്കുന്നത്. അതല്ലാതെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വിമർശനം ഉയർന്നിട്ടോ ആളുകൾ എന്തിനാണ് സംസ്ഥാന കമ്മിറ്റി അങ്ങ് ഇത് പൊക്കിപ്പിച്ചോണെന്ന് പറഞ്ഞില്ല. അവർ ആ കേസന്വേഷണം നേരിടുന്നതിൻ്റെ ഭാഗമായി അത് ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അവർക്ക് പറയാനുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാവും, അതിന് വേണ്ടിയാണ്. അല്ലാതെ സമൂഹത്തിൽ നിന്ന് വിമർശനം ഉയർന്ന ഡിലീറ്റ് ചെയ്ത് കളയാം എന്നവർ വിചാരിച്ചിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്കിൻ്റെ നോഡൽ ഓഫീസറുണ്ട്, അതായത് ഇത്തരം കംപ്ലയിൻറ്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ട ആൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ സ്ക്രീൻഷോട്ട് പ്രചരിക്കാനിടയായ സംഭവത്തിൽ എന്തുകൊണ്ട് കെ ലതിക്കെതിരെ കേസില്ല? ലതിയോട് ചോദിച്ചാൽ മതിയല്ലോ. കെ ലതിക്കെതിരെ ചോദിച്ചാൽ ഇത് എവിടെ നിന്ന് കിട്ടിയെന്നെങ്കിലുള്ള ഇത് കിട്ടില്ലേ? എന്തുകൊണ്ടാണ് പോലീസ് അതിലേക്ക് പോകുന്നത്? പോലീസ് അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സംസ്ഥാന സർക്കാരോ CPM അത് ആര് ഉണ്ടാക്കിയെന്ന് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ നിന്ന് ആളുകൾക്ക് വ്യക്തമാണ് എങ്ങനെയാണ് ആ സ്ക്രീൻഷോട്ട് വന്ന എന്താണ് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും. ഇതിൽ രസം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് CPM ഈ സോഷ്യൽ മീഡിയ രംഗത്ത് വലിയ എക്വിപ്ഡ് ആയിട്ടുള്ളൊരു പാർട്ടിയാണ് എന്നാണ്. കാരണം ഈ സോഷ്യൽ മീഡിയ സജീവമാവുന്ന 2010-11 കാലത്ത് തന്നെ സ്വന്തമായി സഖാക്കളെ സോഷ്യൽ മീഡിയയിൽ ഇടപെടാനുള്ള ട്രെയിനിങ് കൊടുക്കുകയും അതിനുവേണ്ടി പ്രത്യേക വിഭാഗം ഉണ്ടാവുകയും ചെയ്തൊരു പാർട്ടിയാണ്. പക്ഷേ അതിനൊക്കെ എത്രയോ മുമ്പ് RSSും BJPയും ഈ പണി വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് അതിന് ഔദ്യോഗിക സംവിധാനമോ ഒന്നുമില്ലെങ്കിൽ പോലും അവരുടെ ഒരു ഷാഡോ ഫോഴ്സ് ഈ സോഷ്യൽ മീഡിയയിൽ തുടക്കം മുതലേ ഉണ്ട്. അവർ തന്നെയാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. അത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസും അത്തരം കാര്യങ്ങളിലൊരു അൽഗോരിതം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. പിണറായി വിജയനെതിരായിട്ടുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ റിയാസിനെതിരായിട്ടുള്ള കണ്ടൻറ്റ് ധാരാളമായി വരുന്നു. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ സ്ഥിരമായി വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ CPMൻ്റെ ഈ രംഗത്തെ സാമൂഹ്യ മാധ്യമ രംഗത്തെ ഇടപെടൽ എന്ന് പറയുന്നത് അതിനൊരു സംഘടിത സ്വഭാവം യഥാർത്ഥത്തിലില്ല. വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് എന്ന് പറയുന്ന പോലെയാണ് സാമൂഹ്യ മാധ്യമ രംഗത്തെ CPMൻ്റെ സാന്നിധ്യവും അതിൻ്റെ നേതൃത്വവും എല്ലാം അങ്ങനെ തന്നെയാണ്. സഖാക്കൾക്ക് തന്നെ, സൈബർ അണികൾക്ക് തന്നെ, സൈബർ സഖാക്കൾക്ക് തന്നെ ആരുടെ പോസ്റ്റിനടിയിലാണ് ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നത് എന്ന കാര്യത്തിൽ കൺഫ്യൂഷനാണ്. എവിടെയാണ് ചീത്ത വിളിക്കേണ്ടത്, ആർക്കാണ് ലാൽസനം വിളിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ അറിയാം. പോക്സോ കേസ് പ്രതികൾ മുതൽ മുൻപ് കോൺഗ്രസ്സുകാരനും RMPക്കാരനുമായിരുന്ന പ്രൊഫസർ മുതൽ അങ്ങനെ ഒരുപാട് പേർക്ക് ആൾ പോയി ലാൽസലാം വിളിക്കുകയാണ്. ചിലർ പറഞ്ഞ് അവിടെ പോയി ലാൽസലാം വിളിക്കരുത് എന്ന് ചിലർ ഉപദേശിക്കുന്നു, ചിലർ പോസ്റ്റ് ഇടുന്നു, ഇത്തരം ആളുകളാണ് നമ്മൾ തോൽപ്പിക്കുന്നത്. അത് ഒരു തരത്തിലുള്ള സംഘടിത സ്വഭാവം CPM ഇല്ല. അവിടെയാണ് ഈ ഒരു ബുദ്ധി, ഈ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച് വർഗീയത ഉണ്ടാക്കാമെന്നുള്ള ബുദ്ധി ആരോ പറഞ്ഞു കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തതാണ് സംഭവം. അത് എവിടെയാണ്? ഷാഫി പറമ്പിൽ വന്നിറങ്ങിയപ്പോൾ ഉണ്ടാക്കിയ ഒരു ഓളം, ആ ഓളം വോട്ടായി മാറുന്നു. ഓളം തങ്ങൾക്ക് എതിരാണ് എന്ന് വരികയും അവസാന നിമിഷത്തിലെ കണക്കൂട്ടിൽ എന്തെങ്കിലും ചെയ്ത് ജയിക്കാം എന്നുള്ള രീതിയിൽ ആരോ ഉപദേശിച്ചു കൊടുത്ത ബുദ്ധിയാണ്. പക്ഷേ ആ ബുദ്ധി സ്വന്തം വീട്ടിലാണോ എന്ന് പോലും പാർട്ടി നേതാക്കൾ, പ്രത്യേകിച്ചും കോഴിക്കോട്ടെ പാർട്ടി നേതാക്കൾ ആലോചിക്കണം. ആ ബുദ്ധി ഇനിയും പാർട്ടിയുടെ സൈബർ മേഖലയിൽ ഉപയോഗിച്ചാൽ ഇതിലും വലിയ തിരിച്ചടി ഉണ്ടാകുന്ന CPM തിരിച്ചറിയാൻ തന്നെ വേണം. അതാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ഓക്കെ, തെറ്റ് തിരുത്തുമെന്നാണ് CPM പറയുന്നത്. ഏതെല്ലാം തെറ്റുകൾ തിരുത്തുന്നുണ്ട്, ഇതൊക്കെ തെറ്റുകളായിട്ട് കാണുന്നുണ്ടോ, ഉണ്ടെങ്കിൽ തിരുത്തുന്നില്ല എന്ന ചോദ്യമോടുണ്ട്. നാളെ ഇരിക്കാം. നമസ്കാരം.